ഹലോ, എന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. മഴയുടെ അവസ്ഥയ്ക്ക് എന്താ? കോഴിക്കോട് എന്തായാലും നല്ല മഴയാണ് കേട്ടോ. ഒരു ദിവസം പോലും ഇല്ല മഴ പെയ്യാത്തത്. പക്ഷേ ഇപ്പം ഇവിടെ മഴയില്ല, രാവിലെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മഴ ഇല്ലാത്തൊരു സമയവും സന്ദർഭവും നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നത്. കാരണം മഴ പെയ്താൽ നമ്മൾ കുടുങ്ങിപ്പോവും. മഴയുടെ ആ സൗണ്ടും പിന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവും ക്ലിയർ കുറവും ഒക്കെ ഉണ്ടാവും. അപ്പം നല്ലൊരു സമയവും സന്ദർഭവും കണ്ടെത്തില്ല വന്നപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഭയങ്കര കൊതുണ്ട് കേട്ടോ, നിങ്ങൾക്കറിയാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ Q&A ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അത്രയും ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പം അത്രയും ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും കൂടെ വേണം, ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞതാണ് ഒന്നുകൂടെ. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിതാ ഇവിടെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ തന്നെ കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരാൾ ചോദിച്ചത് തന്നെ തിരിച്ചും മറിച്ചൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദ്യം ചോദിച്ച ആളുടെ പേര് എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ചോദ്യം ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യമാണോ അല്ലയോന്ന്. അപ്പം അധികം നീട്ടി വലിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? അതായിരിക്കും നന്നാവുക. ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. അത് അട്ടത്ത് കുറേ പാത്രങ്ങളും ചാക്ക് കെട്ടൊക്കെ ഉണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട, നിങ്ങൾ വീഡിയോ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് ഞാൻ വായിക്കാം, അതിൻ്റെ ഉത്തരം അപ്പം തന്നെ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ നെയിം എന്താണ്? എൻ്റെ മുഴുവൻ പേര് അശ്വതി AV എന്നാണ് കേട്ടോ. ഈ AV എൻ്റെ വീട്ടുപേരാണ്. വീട്ടുപേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ് AV. അടുത്ത ക്വസ്റ്റ്യൻ, വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തിയുടെ പേരെന്താണ്? എൻ്റെ സ്വന്തം വീട് കോഴിക്കോട് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഈ റോട്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയും അച്ഛമ്മയും പിന്നെ ഞങ്ങളുടെ ഒരു പട്ടിക്കുട്ടിയാണുള്ളത്. അനിയത്തിയുടെ പേര് ആരതി എന്നാണ് കേട്ടോ. അവളിപ്പം B.Tech പാലക്കാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രനിൽ എന്നാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡിൻ്റെ ഏട്ടൻ, ഏട്ടത്തിയമ്മ, അനിയൻ, പിന്നെ ഞാൻ. ഇത്രയും പേരാണുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് കോഴിക്കോട് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വട്ടപ്പറമ്പാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? കോഴിക്കോടുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഡിഗ്രി എവിടെയായിരുന്നു? ഏതാണ് ഡിഗ്രിക്ക് എടുത്ത കോഴ്സ്? ഇഷ്ടപ്പെട്ട് എടുത്തതാണോ? ഞാൻ 10ാം ക്ലാസ് വരെ ഫറൂഖ് ഗണപതി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +1 +2 ഞാൻ ഒരു ടിഷ്യൂ കയ്യിൽ വെച്ചതാണ്. ഈ ടിഷ്യൂ നാശമായി, വേറെ ടിഷ്യൂ എടുക്കണം. ഇവിടെ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, ഫാൻ ഇട്ടാൽ അതിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചൂടെടുത്തിട്ട് ഇങ്ങനെ വേർത്തൊലിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ടിഷ്യൂ പിടിച്ചത്. ഇതാകെ നാശമായിപ്പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് +1 +2 പഠിച്ചത് ബേപ്പൂർ സ്കൂളാണ്. ഡിഗ്രി ചെയ്തത് മുക്കം MES കോളേജിലാണ് കേട്ടോ. പിന്നെ ഡിഗ്രിക്ക് എടുത്ത കോഴ്സ് ഏതാന്ന്? എക്കണോമിക്സ് ആണ് എടുത്തത്. അത് ഇഷ്ടപ്പെട്ടെടുത്തതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്തതൊന്നല്ല. മെറിറ്റിൽ കിട്ടിയപ്പം അവിടെ പോയി ചേർന്നു, പിന്നെ അവിടെ സ്ഥിരമായി. അതാണ് സത്യം. ഒരു ഡിഗ്രി ചെയ്യണം എന്നേ ഉള്ളായിരുന്നു. എനിക്ക് ഡിഗ്രിക്ക് ഇന്ന വിഷയം തന്നെ എടുക്കണം അങ്ങനത്തെ ഇതൊന്നും അതിമോഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കിട്ടിയപ്പം അവിടെ പോയി ചേർന്നു എക്കണോമിക്സിന്, അത്രയേ ഉള്ളൂ. പിന്നെ ഏജ് എത്രയാണ്? ഹസ്ബൻഡിൻ്റെ ഏജ് എത്രയാണ്? എൻ്റെ വയസ്സ് 25ആണ്.
എൻ്റെ ഹസ്ബൻഡിൻ്റെ വയസ്സ് 30. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് കുറേ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഏജ്, കല്യാണം കഴിക്കുമ്പോഴുള്ള ഏജ് എത്രയായിരുന്നു? എൻ്റെ കല്യാണം 23-ലായിരുന്നു. എനിക്ക് 23 ആകുമ്പോൾ ഹസ്ബൻഡിന് 28. ഓക്കെ, നിങ്ങൾ ആദ്യമായി കാണുന്നത് എവിടെ വെച്ചാണ്? ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ഞാൻ +1 +2, അതായത് ബേപ്പൂർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബേപ്പൂർ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, ലവ് മാരേജ് ആണോ? എത്ര കൊല്ലമായി, അതായത് എത്ര ഇയറായി? എവിടെ പോയി? ലവ് സ്റ്റോറി പറയുമോ? ഞങ്ങളുടെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. ഒരു അത്ര കൊല്ലമൊന്നുമില്ല, ഒരു 6-7 കൊല്ലം പ്രണയിച്ചതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. ലവ് സ്റ്റോറി ഇതിൻ്റെ മുന്നേ ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ ലവ് സ്റ്റോറി പറഞ്ഞു തുടങ്ങിയാൽ അതിന് 1-2 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസിലൊന്നും അത് പറയാത്തത്. അത് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ വീഡിയോ മൊത്തം എൻ്റെ ലവ് സ്റ്റോറി ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ലവ് സ്റ്റോറി പറയാം. അതായിരിക്കും നന്നാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ മെയ്യിൽ 2 കൊല്ലമായി. ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം, ഇഷ്ടപ്പെടാത്ത സ്വഭാവം. ഇഷ്ടപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം. പിന്നെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ ദേഷ്യം വന്നിട്ട് വായ തോന്നുന്നൊക്കെ വിളിച്ചു പറയും. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവം. അടുത്ത ക്വസ്റ്റ്യൻ. ഹസ്ബൻഡ് പാവമാണോ? നല്ല ചോദ്യം. ഹസ്ബൻഡ് പാവമാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പാവമാണ്. പക്ഷെ എൻ്റെ അടുത്ത് ആ ഒരു പാവത്തരൊന്നും കാണിക്കാറില്ല. പുറമേ നിന്നൊരാൾ കാണുമ്പോൾ ഹസ്ബൻഡ് വളരെ പാവമായിട്ടാണ് തോന്നുക. ശരിക്കും പറഞ്ഞാൽ പാവമാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ആ പാവത്തരൊന്നും കാണിക്കാറില്ല. എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഹസ്ബൻഡ് പാവമാണോ എന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പാവമാണ് കേട്ടോ, പാവമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം വന്ന് സോറി പറയുക? ഇതൊക്കെ ആര് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോറി പറയാന്ന് പറഞ്ഞാൽ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഞാൻ പോയി പറയും, ചിലപ്പോൾ ഏട്ടൻ വന്ന് പറയും. രണ്ടാണ് പറയാറുണ്ട്. എന്നാലും അധികം വന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഏട്ടനായിരിക്കും മേ ബി. കാരണം എൻ്റെ വായന്ന് സോറി എന്ന് പറഞ്ഞ വാക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറയാറുണ്ട്. എന്നാലും കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് എത്രയായി തുടങ്ങിയിട്ട്? വരുമാനം വന്നു തുടങ്ങിയോ? യൂട്യൂബ് തുടങ്ങാൻ ആരാണ് സപ്പോർട്ട് ചെയ്തത്? ഹസ്ബൻഡിൻ്റെ വീട്ടിൽ യൂട്യൂബ് ചെയ്യാൻ സപ്പോർട്ടാണോ? നല്ല ക്വസ്റ്റ്യൻ. യൂട്യൂബ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷമായി. യൂട്യൂബ് തുടങ്ങാൻ ആരാണ് സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോ എടുക്കുക, വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, ഇതൊന്നും താല്പര്യമേ ഇല്ലാത്ത വിഷയങ്ങളായിരുന്നു. കാരണം യൂട്യൂബിലൊക്കെ വീഡിയോ ഇടണമെങ്കിൽ കുറച്ച് നമ്മൾ മെനക്കെട്ടാലേ ഇടാൻ പറ്റുള്ളൂ. അത് എഡിറ്റ് ചെയ്യണം, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മുടെ സൗണ്ട് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മെനക്കെടാൻ ഞാൻ തയ്യാറേ അല്ലായിരുന്നു. ആ ഒരു സമയത്ത് കല്യാണത്തിൻ്റെ മുന്നേ എന്നോട് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു തരും, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം, യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നത് നല്ലതാണ്. എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വീഡിയോ ഇങ്ങനെ നിരത്തിയിടുക, വെറുതെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക,
ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യുക, ഇതുകൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ എന്തെങ്കിലും നമുക്ക് പ്രയോജനകരമാകത്തുള്ളൂ എന്ന് ഓതി എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഓതി തന്നുകൊണ്ടിരുന്നതാണ് ഏട്ടൻ. പക്ഷേ അപ്പോഴൊന്നും ഞാനത് മൈൻഡേ ചെയ്യില്ലായിരുന്നു. പിന്നെ എപ്പോഴും ഒരു താല്പര്യം വന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. അന്നൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് സീരീസ് ആയിരുന്നു. ഒരു സ്റ്റോറി എടുത്തിട്ട് പാർട്ടായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക. എൻ്റെ സീരീസ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എപ്പോഴും അതിൻ്റെ ആ ഒരു താല്പര്യം അങ്ങ് നിന്നപ്പം അതവിടെ നിർത്തി, ഞാനായിട്ട് തന്നെ നിർത്തി. അപ്പോൾ യൂട്യൂബ് തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ഏട്ടൻ നിർബന്ധിച്ചിട്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നതും ഇപ്പം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ യൂട്യൂബൊക്കെ ചെയ്യാൻ സപ്പോർട്ടാണോ? ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ സപ്പോർട്ടല്ലെങ്കിൽ ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടൂലായിരുന്നു. അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് യൂട്യൂബൊക്കെ ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ അധികം വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, കുക്കിംഗ് ആയാലും അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അധികമായിട്ടും യൂട്യൂബിൽ ഇടുന്നത്. അപ്പം വീട്ടുകാർ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാനേ പറ്റില്ല, ഞാൻ ചെയ്യത്തുമില്ല. അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് വീഡിയോ ചെയ്യുമോ? ലോങ് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലായിട്ടല്ല, നല്ലൊരു കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാതിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടോളൂ. ലോങ് വീഡിയോ ആയിട്ട് ഇന്ന വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തെങ്കിലുമൊക്കെ നല്ലൊരു ബെസ്റ്റ് കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ തന്നോളൂ കേട്ടോ. ആഴ്ചയിൽ ഒരു രണ്ട് വട്ടെങ്കിലും ഞാൻ ഇടാൻ വേണ്ടി നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ടോക്കിൽ സീരീസ് ചെയ്ത പോലെ സീരീസ് ചെയ്യാമോ? സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ടിക്ടോക്കിലൊക്കെ എൻ്റെ യൂട്യൂബിലാണ് ഞാൻ അങ്ങ് കയറിപ്പോയത്. അത് കഴിഞ്ഞ് ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ഞാൻ സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൽ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം സീരീസ് അങ്ങനെ ചെയ്യാറില്ലാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാം. നല്ലൊരു സ്റ്റോറിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിടാം കേട്ടോ. ഡെയിലി അപ്ലോഡ് ചെയ്യാം, നല്ലൊരു സ്റ്റോറിയൊക്കെ കിട്ടട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് യൂട്യൂബർ ആരാ? ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്ലാമി ഗംഗയെ ഇഷ്ടമാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഹലോ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ അത് ഇൻസ്പയർഡ് ആയതാണ് ഗ്ലാമി ഗംഗയിൽ നിന്ന്. നിങ്ങൾക്ക് അവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് അവരുടെ വർത്താനവും അതുപോലെ ആ ഒരു ബോൾഡ്നെസ്സും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് അർച്ചന ദേവ്. ഒരു പാവം കുട്ടിയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർ പോയിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പാവമാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും. അവരൊക്കെ സത്യം പറഞ്ഞാൽ അവരൊക്കെയാണ് എന്നെ ഇൻസ്പയർഡ് ചെയ്തത് കേട്ടോ, എനിക്ക് ഇൻസ്പിറേഷൻ തന്നത്. പേഴ്സണലി കോൾ ചെയ്ത് ഇൻസ്പിറേഷൻ തന്ന കാര്യമല്ല കേട്ടോ, അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് പേഴ്സണലി എനിക്ക് അവർ രണ്ടുപേരെയാണ് കൂടുതൽ ഇഷ്ടം. ബാക്കിയുള്ളവർ ഇഷ്ടമല്ല എന്നല്ല, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് ഞാൻ. പറയുകയാണെങ്കിൽ കുറേ പേരെ ലിസ്റ്റ് നമുക്ക് പറയാനുണ്ട്. പക്ഷേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എടുത്തു പറയാൻ അവർ രണ്ടുപേരുമാണ്, ഗ്ലാമി ഗംഗയും അർച്ചന ദേവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് എന്താണ്? ഇത് കുറേ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജോലി ഉണ്ടോ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏട്ടനും ഞാനും ഒരുമിച്ചാണോ വർക്ക് ചെയ്യുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനും ഏട്ടനും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ HDFCൻ്റെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കാർഡ് തരാം. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.
പിന്നെ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാങ്കിലല്ല, റീറ്റെയിൽ ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിൽ ഇരുന്നുകൊണ്ടുള്ള പണിയല്ല കേട്ടോ. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ പറയണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സ്കിൻ കെയർ, ഹെയർ കെയർ, വെയിറ്റ് ഒക്കെ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കിൻ കെയർ അതായത് സ്കിന്ന് കെയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഹെയർ കെയർ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വെയിറ്റ് എത്രയാണ്. ഞാൻ സ്കിൻ കെയറിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സ്കിന്നിൽ ഞാൻ ആവശ്യമില്ലാത്തതൊന്നും അപ്ലൈ ചെയ്യാറില്ല. അതായിരിക്കാം എൻ്റെ ഇതിലേക്ക് ആരൊക്കെ പോകുന്നുണ്ട്, ഐഡിയ ഉണ്ട്. സ്കിൻ കെയറിലേക്ക് വരാം. സ്കിന്ന് കെയർ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ പൗഡർ യൂസ് ചെയ്യുന്നില്ല, നമ്മളെ സോപ്പ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ കെയറിങ്ങിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണിത്, സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ. ഇത് മാത്രമാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ഇത് തീരുമ്പോൾ ഞാനിത് മേടിച്ച് വീണ്ടും യൂസ് ആക്കും. ഇത് ഞാൻ സ്റ്റോപ്പാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് അടിപൊളി സാധനമാണിത്. അത് ഓരോരുത്തരുടെ സ്കിൻ ടോണ്, ചിലത് നോർമൽ സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും, ഓയിലി സ്കിൻ ഉണ്ടാവും. അതിനൊക്കെ വേറെ വേറെ സാധനങ്ങളാണ് തോന്നുന്നു. ഇതിൽ മാറ്റമുണ്ടെന്ന്, നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ മാച്ച് ആവുക അത് വാങ്ങി യൂസ് ചെയ്താൽ മതി. കിട്ടില്ലൻ സാധനമാണ്, അടിപൊളിയാണ്. ഇത് ഞാൻ ദിവസം 2 പ്രാവശ്യം യൂസ് ചെയ്യും, ഒന്ന് രാവിലെയും വൈകിട്ടും. അല്ലാണ്ട് ഞാൻ വേറെ സ്കിൻ കെയറിനൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഹെയർ കെയറിനും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലും നല്ല ഉള്ളൊക്കെ ഉള്ള മുടി ഉണ്ടായിരുന്നു ഞാൻ ചെറുതാവുമ്പോൾ. നല്ല നീളം നല്ല ഉള്ളൊക്കെ ഉള്ള മുടി ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതൊക്കെ കൊഴിഞ്ഞ് പോയതാണ് ഗൈസ്. ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്. ഇത് കണ്ടാൽ നല്ല ഉള്ളും കട്ടിക്കുള്ള പോലെ തോന്നും, പക്ഷെ ഒന്നുമില്ല, ഉള്ളു പൊള്ളയാണ്. അതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഡെയിലി കുളിക്കാറില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മുടി ഇങ്ങനെ ഒരു കട്ടിയുള്ള പോലെയൊക്കെ തോന്നുന്നത്. ഞാൻ ചിലപ്പം ഒരു ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ അങ്ങനെയൊക്കെ കുളി ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നും കുളിച്ചാൽ മുടി കൊഴിയുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ മുടി കൊഴിയുമെന്ന് മേടിച്ചിട്ടൊന്നല്ല ഞാൻ ഡെയിലി കുളിക്കാത്തത്, എന്തോ എനിക്കിഷ്ടമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിക്കുമ്പം ഞാൻ പറയുന്നത്, ഇവിടെ അടുത്തൊരു ചാലിയം പുളിമൂട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏട്ടനും ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അങ്ങനെ വെറുതെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി ഒന്ന് പീസായി നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അവിടെ കുറേ ഉപ്പിലിട്ടതും നമ്മുടെ ഈ ഐശ്വര്യതിയൊക്കെ ഇങ്ങനെ വാങ്ങി തിന്ന് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ആ സ്ഥലമാണ് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫുഡ് ഏതാണ്? ഫേവറേറ്റ് ഫുഡ് ഷോപ്പ് ഏതാണ്? ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫുഡൊന്നുമില്ല. ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും. ഹായ്, എങ്ങോട്ടാ? വീഡിയോ. ഫേവറേറ്റ് ഫുഡ് ഷോപ്പ്. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കും. എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫുഡ് ഉണ്ടോയെന്ന് വെച്ചാൽ ഫുഡൊക്കെ ഉണ്ട്, ഇഷ്ടമില്ലാത്ത ഫുഡുണ്ട്. എന്നാലും അധിക ഫുഡും ഞാൻ കഴിക്കുന്നതാണ്. ഈ ഫാസ്റ്റ് ഫുഡ്സൊക്കെ എനിക്ക്, എല്ലാ ഫാസ്റ്റ് ഫുഡ്സും എനിക്കിഷ്ടമാണ്. ഒന്നും ഞാൻ വേണ്ടാന്ന് വെക്കില്ല. പിന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണീൻ്റെ തട്ട് ഒന്നുകൂടെ ഒന്ന് കയറി നിൽക്കും. ബിരിയാണിയാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഫുഡ്. പിന്നെ
ഫേവറേറ്റ് ഫുഡ് ഷോപ്പ് ഏതാന്ന് വെച്ചാൽ കാലിക്കറ്റുള്ള കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. എൻ്റെ പൊന്നോ, അവിടുത്തെ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. നിങ്ങൾ കോഴിക്കോട്ടുകാരല്ലെങ്കിൽ കോഴിക്കോട് വരുന്ന സമയത്ത് ട്രൈ ചെയ്തോളൂ. കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ കിടിലനാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് ഉള്ളവർ പോവാത്തവരാണെങ്കിൽ തീർച്ചയായും പോകേണ്ട ഒരു ഷോപ്പാണ് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ ബീഫ് ബിരിയാണി. ഓക്കെ, പിന്നെ ഒരു ഷോപ്പും കൂടെ ഉണ്ട്. ഞാനും ഏട്ടനും വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് കയറുന്ന ഒരു ഷോപ്പാണ്. ചെറിയൊരു ഈ തട്ടുകടയൊക്കെ പോലത്തെ ഒരു കടയാണ് കേട്ടോ. നമ്മുടെ മാങ്കാവ് മറ്റേ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു കടയാണ്. അവിടെ നല്ല ചിക്കൻ പാഡ്സും ചിക്കൻ പൊരിച്ചതും ചപ്പാത്തിയും പുട്ടും അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉള്ളൊരു കടയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഹോംലി ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ്. അവിടുത്തെ ഒരു അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. അവരുടെ അമ്മ ഉണ്ടാക്കുന്ന അമ്മയല്ല കേട്ടോ ആ കടയിലുള്ളത്. ആ കടയിലുള്ള ആളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. കിട്ടിയില്ല ഫുഡാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ഷോപ്പാണ്. അതാണ് ആ രണ്ടുമാണ്, കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററും പിന്നെ ആ ഒരു ഷോപ്പ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആ രണ്ട് കടകളാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫുഡ് ഷോപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അൽഫാം ഓർ ഷവായ? അയ്യോ, രണ്ടും എനിക്കിഷ്ടമാണ്. അൽഫാമും ഇഷ്ടമാണ്, ഷവായ. ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമില്ല. കാരണം രണ്ടും മൈ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡിന് വേണ്ടി സമയം ചിലവഴിക്കാറുണ്ടോ? വല്ലാത്തൊരു ക്വസ്റ്റ്യൻ. ഫുഡിന് വേണ്ടി സമയവും ചിലവഴിക്കാറുണ്ട്, പൈസയും ചിലവഴിക്കാറുണ്ട്. ഇതിന് രണ്ടിനും ഒരു കയ്യും കണക്കൂല്ലേ സത്യം പറഞ്ഞാൽ. ഒരുപാട് സമയവും ഒരുപാട് പൈസയും ചിലവഴിക്കുന്ന ഒരു കാര്യമാണ് ഈ ഞം ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് മുതൽ നമ്മൾ ഓരോ ഐറ്റംസും വീട്ടിൽ നിന്ന് വരെ ട്രൈ ചെയ്യാൻ തുടങ്ങി. സാധനങ്ങളൊക്കെ മേടിച്ച് പുതിയ ഐറ്റംസൊക്കെ വീട്ടിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനും കുറേ സമയം പോവുമല്ലോ. അപ്പം ചിലവഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കുക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഇതിലെ മക്കൾ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനൽ തുറന്നിട്ടാണ് ഇട്ടത്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നു കേട്ടോ. കുക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഞാൻ വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബീഫ് ബിരിയാണി ആയിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കിട്ടില്ലെന്നായിരുന്നു ശരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ മാരേജ് ലൈഫിൽ വന്ന മാറ്റം, നല്ല മാറ്റവും ചീത്ത മാറ്റവും. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ലൈഫിൽ വന്ന നല്ല മാറ്റവും ചീത്ത മാറ്റമാണ് ചോദിച്ചത്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കല്യാണത്തിൻ്റെ മുന്നേയൊക്കെ വെറും മടിച്ചായിട്ട് ഇങ്ങനെ വീട്ടിൽ കിടക്കുക, ഫോൺ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന്. ഇപ്പം കല്യാണം കഴിഞ്ഞത് മുതൽ ഞാനിതാ ഇപ്പം ഡെയിലി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമെന്നുള്ള ആ ഒരു ചിന്തയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞ ബോധോദയം ഉണ്ടായത്. ഇനി അത് അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അതെങ്കിലും കയ്യിൽ എന്തെങ്കിലും തൊട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും മേടിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട്, അതായത് കല്യാണത്തിൻ്റെ മുന്നേ ഉള്ളതിലും വെച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ലൈഫിൽ വന്ന ഒരു നല്ല മാറ്റം. ഒരു ചീത്ത മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, ചീത്ത മാറ്റം അങ്ങനെ ചീത്ത മാറ്റം ഒന്നുമില്ല, എല്ലാം നല്ല മാറ്റങ്ങളാണ്. എനിക്ക് ഇത്രത്തോളം ക്ഷമ ഉണ്ടെന്നൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മയോടും അതുപോലെ വീട്ടുകാരോടൊക്കെ കത്തിക്കയറുന്ന പോലെയൊന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചെയ്യാറില്ല.
ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കാര്യങ്ങൾ നേരിടാനൊക്കെ തുടങ്ങി. അതൊക്കെ നല്ല മാറ്റങ്ങളാണല്ലോ. നമ്മളിപ്പം അമ്മയോട് ചാടിക്കയറുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ അനിയത്തിനോടും വീട്ടുകാരോടൊക്കെ കത്തിക്കയറുന്ന പോലെ ഒന്നും ഞാൻ ഇവിടുന്ന് ചെയ്യാറില്ല. അതൊക്കെ എൻ്റെ നല്ല മാറ്റങ്ങളാണ്. ചീത്ത മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ചീത്ത മാറ്റങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. എന്നെ ചീത്ത മാറ്റങ്ങളൊക്കെ അവിടെ കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. ഇനി എന്തെങ്കിലും ചീത്ത മാറ്റങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോ തീരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു ചീത്ത മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് കല്യാണത്തിന് ശേഷം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ മൈൻഡിലൊന്നും വരുന്നില്ല. എല്ലാം നല്ല മാറ്റങ്ങൾ തന്നെയാണ് വരണേ. അടുത്ത ക്വസ്റ്റ്യൻ, ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ഡിഫറൻസ്. ഇത് ഏകദേശം ഓരോ ചോദ്യം പോലെ ഉണ്ടല്ലേ. അതായത് കല്യാണത്തിൻ്റെ മുന്നേയും കല്യാണത്തിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാര്യങ്ങളെ ഒന്നുകൂടെ ക്ഷമാപരമായിട്ട് നേരിടാനും ഉൾക്കൊള്ളാനും പഠിച്ചു. ഇതൊക്കെ അത് രണ്ടും ഒരേ സംഭവമാണ്, ഒരേ ഉത്തരമാണ് എനിക്കതിന്. കല്യാണത്തിന് മുന്നേ ഭയങ്കര മടിച്ചായിരുന്ന ഞാൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതാണ് അല്ലെങ്കിൽ പ്രയോജനകരമാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മനസ്സിനെ ഞാൻ എന്താക്കിയെടുത്തു, പാകപ്പെടുത്തിയെടുത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അതായത് അത് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടനോട് പറയാത്ത എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഉണ്ട്. അതിവിടെ പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ആ സീക്രട്ട് അറിയില്ലേ. അതുകൊണ്ട് അത് പറയുന്നില്ല കേട്ടോ. ചേട്ടൻ ഏതെങ്കിലും മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഏതെങ്കിലും മൂവിയിൽ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഏട്ടൻ വൈറസ് എന്ന് പറഞ്ഞ മൂവിയിൽ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു സീനിലുണ്ട്. വളരെ കുറച്ച് സമയമുള്ളൂ. ചെറുതായിട്ടൊന്ന് മുഖം കാട്ടിയിട്ടുണ്ട്. വേറെ അങ്ങനെ സിനിമയിലൊന്നും ഇല്ല. അത് ചോദിച്ചവർ നിങ്ങൾക്ക് കാണുമ്പോൾ, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന്. നിങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താ? കണ്ടിട്ടുണ്ടോയെന്നൊന്ന് പറയണേ. ഏട്ടന് സത്യം പറഞ്ഞാൽ മൂവിയിൽ അഭിനയിക്കാനും മൂവിയിൽ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. കല്യാണത്തിൻ്റെ മുന്നേക്ക് അതിന് കുറേ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വലുതായിട്ട് എവിടെയും കയറി പറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞപ്പം അതിലൊന്നും ഇറങ്ങിത്തിരിക്കാൻ ടൈമും ഇല്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബേബി പ്ലാൻ ഉണ്ടോ? എത്ര കുട്ടികൾ വേണം? ബേബി പ്ലാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഉണ്ടാവുമ്പോൾ അങ്ങ് ഉണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ എത്ര കുട്ടികൾ വേണമെന്ന് പ്ലാൻഡാണ്. എനിക്ക് 3 കുട്ടികൾ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആവും. അല്ല, എന്തായാലും വീഡിയോ കാണാനുള്ളതാണല്ലോ. എനിക്ക് 3 കുട്ടികളാണ് കേട്ടോ ആഗ്രഹം. 3. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ സ്ട്രഗിൾ ചെയ്തത് എപ്പോഴാണ്? ലൈഫിൽ ഞാൻ ഒരേ ഒരു വട്ടം മാത്രമാണ് സ്ട്രഗിൾ ചെയ്തത്. എനിക്കങ്ങനെ വലിയ സ്ട്രഗിളൊന്നും ലൈഫിൽ വന്നിട്ടില്ല. ആ ഒരു ടൈം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് 1 മാസം ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ബട്ട് അത് വെച്ചിട്ട് കാര്യമില്ല, അബോർട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ അത് അബോർട്ട് ചെയ്ത് കളഞ്ഞതാണ്. ആ ഒരു സമയത്താണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് സ്ട്രഗിള് അനുഭവിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് മെമ്മറി എന്ന് ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം, മാരേജ്. വേറെ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ മെമ്മറി ഉണ്ട് കേട്ടോ. ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ മെമ്മറീസ് ഇങ്ങനെ കിട്ടും. പക്ഷേ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം. അടുത്ത ക്വസ്റ്റ്യൻ, ബിഗ്ഗസ്റ്റ് ഡ്രീം, ലൈഫ് ഗോൾ എന്താണ്? ഒരു മടിച്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ഗോളും അല്ലെങ്കിൽ ഒരു
ഡ്രീമൊന്നും ലൈഫിൽ ഇല്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആ മടിച്ചിന്നൊക്കെ കുറച്ചൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആവാനും അല്ലെങ്കിൽ ഒന്ന് ഫെയിം ആവാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് എന്തും ആഗ്രഹിക്കാമല്ലോ, നടക്കില്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡ്രീം കിടക്കുന്നത്. എൻ്റെ ഡ്രീമിൻ്റെ ഒരു ലെവലല്ലേ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പം അശ്വതി എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുക, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക. ഒരു പണവും പ്രതാപവും നമുക്കെന്തിനാന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഡ്രീം. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. എന്താ ഇവിടെ ലാസ്റ്റ് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അലീന ശിവ എൻ്റെ വീഡിയോസ് ലൈക്കും കമൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. അവർ പേരൊന്ന് എടുത്തു പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അലീനയ്ക്കും ശിവയ്ക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. നിങ്ങളുടെ കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. പറ്റാവുന്നിടത്തോളം ഞാൻ കമൻറ്റിന് റിപ്ലൈയും തരാറുണ്ട് അല്ലേ. ഒരാൾക്ക് പോലും ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വിട്ടുപോയെങ്കിലായി. പക്ഷേ എന്നാലും ഞാൻ നോക്കി ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചതാണ് തിരുവനന്തപുരം വന്നിട്ടുണ്ടോ, കോട്ടയം. അതൊരാൾ ചോദിച്ചതാണ് തിരുവനന്തപുരം വന്നിട്ടുണ്ടോയെന്ന്. വേറൊരാൾ ചോദിച്ചതാണ് കോട്ടയം വന്നിട്ടുണ്ടോയെന്ന്. ഈ 2 സ്ഥലത്തും ഞാൻ വന്നിട്ടില്ല. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വരുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിപ്പം യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം മാത്രമാണ്. എനിക്കിപ്പം ഇൻകൊക്കെ വരാൻ തുടങ്ങി യൂട്യൂബിൽ. കല്യാണത്തിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയി, അത് നശിക്കും എന്നുള്ളൊരു പരുവത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി, മോണിറ്റൈസേഷനൊക്കെ ആയി, ഇപ്പോൾ ഒന്ന് ലെവലായി വന്നതാണ്. വീണ്ടും എനിക്ക് ഇൻകം വരാൻ തുടങ്ങി. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്നാലേ എനിക്ക് ഇപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് യൂട്യൂബിൽ. അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനൊക്കെ, നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് 100Kയും 200Kയും 1 മില്യനൊക്കെ ആവാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. അപ്പോൾ ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞു തരിക. നമ്മളത് വെച്ച് ലോങ് വീഡിയോസ് ഇടുന്നതാണ്. ഇവൻ ഡെയിലി ഞാൻ വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. ലോങ് വീഡിയോ അല്ലെങ്കിലും ഷോർട്ട് ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനിയിപ്പം പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ഇപ്പോഴേ കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ അല്ലേ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ. ഒരു വണ്ടി പോയി.